ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെജൻസിനെ വെച്ചിട്ട്, നമ്മുടെ പെസ്സിലെ ലെജൻസിനെ വെച്ചിട്ട് നമ്മളൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ട്. നമുക്കെന്തായാലും അതിൻ്റെ നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ഇടുന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആണ്, നമ്മുടെ പെസ്സിൽ നമ്മൾ ലെജൻസ് വെച്ചിട്ടൊരു ഗെയിം പ്ലേ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മൾ സ്ക്വാഡൊക്കെ നേരത്തെ ബിൽഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ക്വാഡ് കാണാത്ത നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്ക്വാഡ്. ഇത് വെച്ചിട്ടൊരു ഗെയിം പ്ലേ ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഡിവിഷൻ 3 മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഡിവിഷൻ 3 എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ ഡിവിഷൻ 3 മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ 4 വിൻ 4 ലോസ് 2 ഡ്രോ ആണ്. എന്തായാലും നമുക്ക് മാച്ച് കളിച്ച് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സംഭവം നമ്മുടെ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മാക്സിമം വേണം. എന്തായാലും നമുക്കൊരു ഗെയിം പ്ലേ കളിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ പെസ്സിലെ ലെജൻസ് വെച്ചിട്ട് ഇപ്പോഴും ആ ലെജൻസിന് പഴയ പവർ ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ. എന്തായാലും ഓപ്പോണൻറ്റിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സംഭവം ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട്. ജി അങ്ങനെ എന്തോ പൈൻറ്റ് ചങ്ങായിയാണ്. സംഭവം നമുക്ക് നമ്മുടെ പഴയ ലെജൻസിന് പവർ ഒന്ന് പരീക്ഷ നോക്കാം. കുറേ കാലമായിട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല നമ്മുടെ പഴയ ലെജൻസ്. സംഭവം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഇതൊക്കെ ഉണ്ട്. എന്തായാലും അത്യാവശ്യം എല്ലാവരും ഫോമാണ്. നമുക്ക് ഈ ഫോം വെച്ച് കളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എപ്പിക് വേഴ്സസ് നമ്മുടെ ലെജൻഡ് പ്ലെയർ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഒപ്പോണൻ്റ് അത്യാവശ്യം എല്ലാ എപ്പിക് പ്ലെയറും ഉണ്ട്. എല്ലാം ഡബിൾ ബൂസ്റ്റർ തന്നെയാണ്. നമ്മുടെ കന്നവാരോ, ബരേസി, പിന്നെ നമ്മുടെ ആരാണ് ചെൽനി, സെനാറ്റി, സാബി അലോൺസോ, റൈക്കാർഡ്, ക്രൈഫ്, ഫോർലാൻ, റൂയി കോസ്റ്റ, ബാറ്റിസ്റ്റൂട്ടോ, ഒലിവർ കാന്, നമ്മുടെ വാൻ നിസ്റ്റൽറോയ്, ഓവൻ, ഡേവിഡ് വില്ല, കഫു, ഹസാർഡ്. അത്യാവശ്യം നല്ലൊരു എപ്പിക് സ്ക്വാഡ് തന്നെ പറയാം. നമുക്ക് എന്തായാലും ഇന്നത്തെ മാച്ച് എന്തായാലും അടിപൊളി തന്നെയാണ്. എന്തായാലും എപ്പിക് വേഴ്സസ് ലെജൻഡാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ മാച്ചെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും ഒന്ന് കയറി സബ്ബൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതുപോലെ നമ്മൾ മാക്സിമം നമ്മൾ ആക്കാൻ നോക്കുന്നതായിരിക്കും. അത് നമ്മളൊരു ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമുക്കതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മാക്സിമം വേണം. എന്തായാലും മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ മാനേജർ എന്ന് പറയുമ്പോൾ റൈക്കാർഡാണ്. ഒപ്പോണൻറ്റ് മാനേജർ ബെക്കംബറാണ്. സംഭവം കണ്ടിട്ട് പുതിയ വന്ന ബെക്കംബറാന്ന് തോന്നുന്നു. സംഭവം ഒരു അടിപൊളി മാച്ച് തന്നെ നമുക്ക് പറയാം. കാരണം എപ്പിക് വേഴ്സസ് നമ്മുടെ ലെജൻസ് ആണ്. നമ്മുടെ റൂമിൽ നേരെ നമ്മൾ വിയർ കൊടുത്തു. വിയറായിട്ട് നേരെ ബെക്കംബർ കൊടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു കാർലോസ് ടു നേരെ നമ്മുടെ റൈക്കാർഡ് എടുത്തിട്ടില്ല സാധനം. നമ്മുടെ ഒപ്പോണൻ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ബെക്കംബർ നൈസായിട്ട് സാധനം എടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു നേരെ നമ്മുടെ റൊണാൾഡോ. മുപ്പരാളുടെ ഫോർലാൻ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ നെസ്റ്റ് എടുത്തിട്ടുണ്ട്. നെസ്റ്റ നേരെ ടു നമ്മുടെ റുമ്മി ടു നേരെ നമ്മുടെ കക്ക ടു റൊണാൾഡോ നൈസ് റണ്ണുണ്ട്, പക്ഷെ കിട്ടിയില്ല സാധനം. എന്തായാലും ക്രൈഫ് പോകുന്നുണ്ട് അവരുടെ. നമ്മുടെ ചെൽനിയ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ സ്വന്തം റൊണാൾഡീനോ എടുത്തിട്ടുണ്ട്. റുമ്മി ഓടുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല. എന്തായാലും നമ്മുടെ റൈക്കാർഡ് എടുത്തിട്ടില്ല സാധനം. റൈക്കാർഡിൻ്റെ എടുക്കുന്ന ജസ്റ്റ് മിസ്സാണ്. ഫോർലാൻ സംഭവം കക്ക നൈസായിട്ട് എടുത്തിട്ടുണ്ട്. കക്ക നേരെ കഫു ടു നെസ്റ്റ നമുക്ക് എന്തായാലും നേരെ കെസി നേരെ അടുപ്പിച്ച് വിട്ടിട്ടുണ്ട്. നേരെ നമ്മുടെ റൊണാൾഡോ ഹെഡ് ചെയ്തെടുത്തു. ഇല്ല. നമ്മുടെ സ്വന്തം കക്ക. നമ്മുടെ റൈക്കാർഡ് എടുത്തിട്ടുണ്ട്. റൈക്കാർഡ് ടു കഫു ടു നേരെ നമ്മുടെ അവരുടെ റൈക്കാർഡ് പിന്നെയും വന്നിട്ട് നമുക്ക് ചെറിയ രീതിക്ക് ഒരു പ്രഷറൊക്കെ തരുന്നുണ്ട്. നമ്മുടെ നെസ്റ്റ് നല്ലൊരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
സംഭവം നെസ്റ്റ പവറാണ്. നല്ല രീതിക്ക് മാൻമാർക്ക് ചെയ്തിട്ട് സാധനം ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് നെസ്റ്റ. സോ ഒപ്പോണൻ്റെ കോർണറാണ്, മൂപ്പരാളുടെ ഫോർലാൻഡാണ് എടുക്കാൻ വരുന്നത്. മൂപ്പരാൾ എന്തായാലും മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഫോർലാൻഡിനെ മാറ്റിയിട്ട് ഇപ്പം ഫോർലാൻഡ് തന്നെയാണ്. പിന്നെ മൂപ്പരാൾ വേറൊരു ദിവസം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സോ മൂപ്പരാൾ പോസ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ മൂപ്പരാൾ ബാക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ അടിപൊളി മാച്ചിന് കാണാൻ പറ്റും. നമ്മുടെ എപ്പിക് വേഴ്സസ് നമ്മുടെ സ്വന്തം ലെജൻഡ് പെസ് ലെജൻസ്. എന്തായാലും നമ്മുടെ കാർലോസ് നേരെ റുമ്മി നേരെ ക്രിസ്ത്യാനോ നേരെ ഓടുന്നുണ്ട്. നമ്മുടെ റുമ്മി ഓടി എടുത്തിട്ടുണ്ട്. അപ്പോൾ റുമ്മി സാധനം എടുത്തിട്ടുണ്ട്. സംഭവം കറക്റ്റ് ടാക്കിൾ. നമുക്കൊരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ട് എന്തായാലും. സോ നമുക്കെന്തായാലും നമ്മുടെ കാർലോസ് വേണ്ട, പെനാൽറ്റിക്ക് നമ്മുടെ സ്പെഷ്യൽ ക്രിസ്ത്യാനോ വരട്ടെ. ക്രിസ്ത്യാനോ റൊണാൾഡോ. സംഭവം നമുക്ക് റൊണാൾഡോനെ കൊണ്ട് നേരെ ഞാൻ പറയണമെങ്കിൽ റൈറ്റ് ഹാൻഡ് അടിപ്പിക്കാം. സംഭവം കണ്ടിട്ട് പിടിച്ചു. സംഭവം നമ്മൾ ലെഫ്റ്റ് അടിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മളൊരു ആവശ്യത്തിന് റൊണാൾഡോനെ കൊണ്ട് റൈറ്റ് അടുപ്പിച്ചാണ്. ആ ബോട്ട് എന്തായാലും നമുക്ക് എന്തായാലും ചാൻസ് കിട്ടും. നമ്മുടെ നമ്മുടെ റൊണാൾഡോ കുഴപ്പം, നമുക്ക് എന്തിനു പേടി. എന്തായാലും നമ്മുടെ റുമ്മി എടുത്തില്ല. സംഭവം കക്ക. സോ ചെല്ലി പോകുന്നുണ്ട് സൈഡിൽ കൂടെ. എന്തായാലും നമ്മുടെ നെസ്റ്റ് നേരെ എടുത്തിട്ട് സാധനം നമ്മുടെ റൈക്കാർഡിന് കൊടുത്തു. റൈക്കാർഡ് നേരെ ബാക്ക് പാസ് വെറുതെ കളിച്ചു. എന്തായാലും നമ്മൾ റൊണാൾഡീനോ അടിച്ചു. ഒരു കർവ് അടുപ്പിച്ചാണ്, പക്ഷെ നേരെ സാധനം ഗോളി പിടിച്ചിട്ടുണ്ട് സാധനം. എന്തായാലും നമ്മുടെ റൈക്കാർഡ് എടുത്തിട്ടുണ്ട്. അവരുടെ റൈക്കാർഡ് എടുത്തു. സംഭവം റൈക്കാർഡ് അന്ന് ഇന്നും പവറാണ്. അതുപോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സ് അതുപോലെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. നമ്മുടെ കാർലോസിന് കറക്റ്റ് ഒരു സേവ് തന്നെ പറയാൻ പറ്റും. സോ മൂപ്പരാളുടെ ഫോർലാൻഡ് പോകുന്നുണ്ട്. അത് നല്ല നെക്സ്റ്റ് അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട്. എന്തായാലും സാധനമൊക്കെ റൈക്കാർഡ് പോകുന്നവരുടെ. സോ നമ്മുടെ വിയറ നേരെ നമ്മുടെ റൊണാൾഡീനോ നേരെ നമ്മുടെ സ്വന്തം വിയറ പോകുന്നുണ്ട്. വിയറ യെസ്, വിയറ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും. സോ അപ്പോൾ 1-0 ആണ്. നമ്മുടെ ലെജൻഡ് പ്ലെയർ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ എപ്പിക്ക് എന്താവും ലെവലിൽ നോക്കാം. സോ നമ്മുടെ റൊണാൾഡീനോ നേരെ നമ്മുടെ ക്രിസ്ത്യാനോ നേരെ നമ്മുടെ കക്ക. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. 1-0 ആണ്. സോ നമ്മുടെ പെസ് ലെജൻസ് 1 ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മുടെ എപ്പിക് പ്ലേയേഴ്സ് ഇപ്പോൾ 0 ആണ്. സോ നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫും കൂടെ പോയി നോക്കാം എന്താവും ലെവലെന്നറിയില്ല. സോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പെസ്സിലെ ലെജൻസ്ക്ക് ഇപ്പോഴും അത്യാവശ്യം പവറൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നെസ്റ്റൊക്കെ നല്ല പവറാണ് ഇപ്പോഴും. നമ്മളിപ്പോൾ ഇതിങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറക്കിയതാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇറക്കാറൊന്നും ഇല്ല കാര്യമായിട്ട് പറയുകയാണെങ്കിൽ. നമ്മുടെ വെക്കുമ്പറത്ത് നേരെ നമ്മുടെ റുമ്മിക്ക് കൊടുത്തു. റുമ്മിട്ട് നേരെ നമ്മുടെ വിയറായിട്ട് നേരെ നമ്മൾ നേരെ കൊടുത്തത്. കിട്ടിയിട്ടുണ്ട് സാധനം. നമ്മുടെ കക്ക ഒരു അടിപൊളി കിട്ടിയതാണ്, പക്ഷെ കക്ക അടിച്ചില്ല. എന്തായാലും സാധനം പോയിട്ടുണ്ട്. ക്രിസ്ത്യാനോ. സോ റൈക്കാർഡ് വിയറ നേരെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റുമ്മി. സോ നമ്മുടെ റൈക്കാർഡ് പിന്നെ എടുത്തിട്ടുണ്ട്. റൈക്കാർഡ് ടു റൊണാൾഡീനോ ടു നേരെ നമ്മുടെ റുമ്മി ടു നേരെ നമ്മുടെ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ് വരുന്നുണ്ട് നമ്മുടെ അടുത്തു നിന്ന്. കണ്ടിട്ടൊരു ഗോൾ മണക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന്. സോ നമ്മുടെ വിയറ ടു നേരെ നമ്മുടെ കക്ക ടു നേരെ നമ്മുടെ കക്ക കന്നുമേര വന്നിട്ട് നൈസായിട്ട് സാധനം എടുത്തിട്ടുണ്ട് സാധനം. സോ മൂപ്പരാളുടെ നെക്സ്റ്റ് അതാ പോകുന്നൊക്കെ ഫൗൾ വെക്കാം. എന്തായാലും നമുക്ക് കഫു. സോ എന്തായാലും ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളങ്ങനെ കൂടുതൽ വിട്ടാൽ ചിലപ്പോൾ മൂപ്പരാളിൽ നിന്ന് ഗോൾ അടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആ ടൈമിൽ നമ്മൾ ഫൗൾ വെച്ചത്, ടാക്കിൾ ചെയ്തത്.
കാരണം നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ വയ്യ. കാരണം മൂപ്പരാളുടെ എന്ന് പറയുമ്പോൾ എപ്പിക്കാണ്, അതുകൊണ്ട് ഡബിൾ ബൂസ്റ്ററാണ്, 4 ലൈനും നമ്മുടെ ബാറ്റിസ്റ്റുട്ടേക്കാണ് ഉള്ളത്. എപ്പോഴും ഒരു അടി വരുമെന്ന് പറയാൻ പറ്റില്ല. സോ എന്തായാലും മൂപ്പരാൾ ഫ്രീ കിക്കിൽ നിന്നൊരു ഗോളാക്കിയിട്ടുണ്ട് 4 ലൈൻ വെച്ചിട്ട്. പക്ഷെ നമ്മുടെ കസീസ് അത്യാവശ്യം നല്ല രീതിക്ക് സേവ് ഒക്കെ ചെയ്താണ്. പക്ഷെ അത് നല്ല ഫോഴ്സിലാണ്, നല്ല പവറിലാണ് നേരത് കയറി സാധനം. നമ്മുടെ കസീസിൻ്റെ കയ്യിൽ കെട്ടിയിട്ടാണ് സാധനം കയറിപ്പോയത്. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ ആൾക്കാരെ ഒന്ന് മാറ്റാം. നമുക്ക് എന്തായാലും ഇട്ടോനെ ഒന്ന് ഇറക്കാം, റൊണാൾഡോനെ മാറ്റിയിട്ട്. അതുപോലെ തന്നെ നമുക്കെന്തായാലും ഇവിടെ ഗുള്ളിറ്റിനെ ഇറക്കാം. സോ ഇത്രയൊക്കെ തന്നെ നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമുള്ളൂ. വേറെ ഇപ്പം ആരെയും കാര്യമായിട്ട് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ എന്തായാലും ഇപ്പോൾ 1-1 ആണ്. നമ്മുടെ എപ്പിക് വേഴ്സസ് നമ്മുടെ ലെജൻസ് 1-1 ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ബാക്കിയോട് കളിച്ച് നോക്കാം. എന്താവും ലെവലെന്ന് അറിയില്ല. സംഭവം നമുക്കൊരു അടിപൊളി മാച്ച് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ വിചാരിച്ചില്ല നമുക്കൊരു ഫുൾ എപ്പിക്കുള്ളൊരു സ്ക്വാഡ് ഓപ്പോണൻ്റായിട്ട് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എപ്പിക് വേഴ്സസ് നമ്മുടെ പെസ് ലെജൻസ് എന്ന് വേണമെങ്കിൽ പറയാനൊക്കെ പറ്റും. കാരണം അതുപോലത്തെ ഒരു മാച്ചാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ വിയർ എടുത്തിട്ടുണ്ട്. വിയറായിട്ട് നേരെ ഗുള്ളിറ്റ് നേരെ നമ്മുടെ ക്രിസ്ത്യാനോ, നമ്മുടെ ഇട്ടോ യെസ് ഇട്ടോ ഗോൾ അടിച്ചിട്ടുണ്ട്. സെലിബ്രേഷൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മൂപ്പരാൾ 4 ലൈനെ വെച്ച് ഗോൾ അടിച്ചപ്പോൾ ഒരു സെലിബ്രേഷൻ ഇട്ട് തന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സെലിബ്രേഷൻ തിരിച്ചിട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കില്ലായിരുന്നു. സോ നമ്മുടെ ഇട്ടോ പവറാണ്. ഇട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. സോ ഇട്ടോയ്ക്ക് ഫിസിക്കലില്ലാന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇത് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗുള്ളിറ്റ് നേരെ നമുക്ക് നമ്മുടെ ഇട്ടോ ഇതാ പോകുന്നു. നമ്മുടെ ഇട്ടോ നമ്മുടെ റൂമിൽ കൊടുത്തു. പക്ഷെ അത് കറക്റ്റ് സാധനം കിട്ടിയിട്ടില്ല. സംഭവം ഗുള്ളിറ്റ് റൈക്കാർഡ് നമ്മുടെ ഇട്ടോ വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നമ്മുടെ ഇട്ടോ തീ കളിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളി കളി കളിക്കുന്നതാണ് നമ്മുടെ ലെജൻസ്. അത് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇട്ടോ നമ്മൾ വിചാരിച്ചില്ല ഇട്ടോ ഇങ്ങനെയൊക്കെ പവർ സാധനം ആവുമെന്ന്. സോ നമ്മുടെ റൈക്കാർഡ് എടുത്തിട്ടുണ്ട്. വിയരായിട്ട് നേരെ റൊമ്മി എന്തായാലും നമ്മുടെ റൂമിലേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ നമ്മുടെ ബെക്കംബർ നൈസായിട്ട് സാധനം ഫ്രണ്ടിലേക്ക് അടിച്ചു കൊടുത്തു. ഇട്ടോയ്ക്ക് ഹൈറ്റ് ഇല്ല, എടുത്തിട്ടില്ല ഇട്ടോ. എന്തായാലും നമ്മുടെ വിയർ കറക്റ്റ് പൊസിഷനിലൊന്ന് മാർക്ക് ചെയ്തിട്ട് സാധനം വന്നെടുത്തിട്ടുണ്ട്. സോ ഏകദേശം മാച്ച് കഴിയാറായി എന്ന് തന്നെ പറയാം. 86 മിനിറ്റാണ് ഇപ്പോൾ. എന്തായാലും നമ്മൾ 2 ഗോളിന് ലീഡാണുള്ളത്. സോ റൈക്കാണ്ട് നമ്മുടെ സംഭവം നമ്മുടെ റൂമി ഇല്ല. സംഭവം ഓഫ് ആവേണ്ട സാധനമായിരുന്നു. സോ നമ്മുടെ ഗുള്ളിറ്റ് നേരെ നമ്മുടെ റൈക്കാർഡ് അല്ല നമ്മുടെ വിയറായിട്ട് നേരെ. സോ ഏകദേശം മാച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക്. സോ എന്തായാലും മാച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. സോ 3-1. നമ്മുടെ ലെജൻസിന് ഇപ്പോഴും പവർ പോയിട്ടില്ല, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ നല്ല രീതിക്ക് ഒരു എപ്പിക് സ്ക്വാഡിനെതിരാണ് നമ്മുടെ അതും ഈ ലെജൻസ് ഇമ്മാതിരി പിടിച്ച് നിന്നത്. അത്യാവശ്യം നല്ല പൊസിഷനുണ്ട്, ഷോട്ട് ഓൺ ടാർഗറ്റും ഷോട്ട്സും ഉണ്ട്. സംഭവം മറ്റവരുടെ ആ ഫ്രീ കിക്ക് ഗോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പവറായിരുന്നു. അതാണ് നമുക്ക് പറ്റിയത്. എന്തായാലും പ്ലെയർ ഓഫ് ദ മാച്ച് നമ്മുടെ സാമുവൽ ഇട്ടോ ആണ്. സെക്കൻഡ് ഹാഫ് 50-ാമത്തെ മിനിറ്റിൽ വന്നിട്ട് 2 ഗോൾ അടുപ്പിച്ച് നമ്മൾ കളി ജയിപ്പിച്ചത് നമ്മുടെ മുത്താണ്. സോ മൂപ്പരാളുടെ പറഞ്ഞ് 4 ലൈനാണ്. നിങ്ങൾക്ക് മൂപ്പരാളുടെ സ്കോഡ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അത്യാവശ്യം എല്ലാം നല്ല എപ്പിക് പ്ലേയേഴ്സാണ്. എന്നിട്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് എന്തായാലും കളിച്ചു, എന്തായാലും ജയിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ പഴയ ലെജൻസിൻ്റെ ഒരു പവർ കാണിക്കാനാണ് നമ്മൾ വന്നത്. സോ അത്യാവശ്യം പവർ ഇപ്പോഴും ഉണ്ട്.